ഓഡീഷനിൽ എപ്പോഴെങ്കിലും പങ്കെടുത്തിട്ട് വിളിച്ചിട്ട് ലൈക്ക് കിട്ടിയ റോള് നഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓഡിഷൻ നമ്മൾ പോവാറുണ്ട്, പിന്നെ ചിലപ്പോൾ നമ്മളുടെ ഫേസ് അവർക്ക് ആപ്റ്റായി കാണത്തില്ല, കിട്ടാറുണ്ട്. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പോവാം. ഇപ്പൊ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ തന്നെ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതും ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ മോഡേൺ വേൾഡായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടതാ. അപ്പൊ ഈ ലൈക്ക് നമ്മുടെ പഴയ കാലത്തെ പ്രണയം എന്ന് അറിയാലോ എങ്ങനെയെന്ന്, അപ്പൊ രണ്ടും ഭയങ്കര ഡിഫറൻസ് കാണാൻ പറ്റിയ സിനിമയിലൂടെ. ഇത് സ്മാർട്ട് ഫോൺ പ്രണയം ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പം തോന്നുമായിരിക്കും നമുക്ക് ഈ ടൈപ്പ് ഒരു മൂവിയാണ് എന്നുള്ളത്. പക്ഷെ ആ സ്മാർട്ട് ഫോൺ പ്രണയം എന്നതിൻ്റെ ഒരു സ്ലൈസ് വേർഷൻ അതിനകത്ത് ഒരു ഫ്ലേവർ ഉണ്ടെന്നേ ഉള്ളൂ. ആ മൂവിയിൽ ആ ഒരു ഫ്ലേവർ ഉണ്ട്. അത് വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ആ ഒരു എൻ്റെ ഒരു സ്റ്റോറിയിലെ ആ ഫ്ലേവർ വെച്ചിട്ട് മൂവ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഒരു സ്മാർട്ട് ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് ആ ഒരു വേ അല്ല, പക്ഷെ അതിന്റെ ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പൊ പൊതുവെ എന്ന് പറയുമ്പോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ നമ്മുടെ മോഡേൺ വേൾഡിൽ ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഒരുപാട് ഡേഞ്ചറസ് ഉണ്ട്. ഈ പ്രണയത്തിലേക്ക് വരുമ്പോ കുറെ ഫേക്ക് ആയിട്ടുള്ള ഐഡിയും അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ ഈ സിനിമയിലൂടെ കാണിക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് പിന്നെ ഒരുപാട് സൊസൈറ്റി ഇഷ്യൂസ് നമ്മുടെ ഇപ്പം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്നൊരു സബ്ജക്റ്റിനകത്ത് വരുന്ന ആ ഒരു ഫ്ലേവർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞില്ലേ, പറഞ്ഞ അതേ ഒരു സംഭവം അതിനകത്തുണ്ട്. ഒരു സാധനം ഉണ്ട്. അപ്പൊ അതോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ലേ. ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? ലൊക്കേഷന് കൊച്ചിയിലായിരുന്നു മിക്കതും ഷൂട്ട് ചെയ്തത്. പിന്നെ നമുക്ക് കണ്ടായിരുന്നത് വാഗമണ്ണൊക്കെ. എങ്ങനെ ലൊക്കേഷൻ അടിപൊളിയായിരുന്നു? എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര ഇതായിരുന്നു. കാരണം നമ്മൾ ആദ്യം ചെറിയ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഖം കാണിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആദ്യം കുറച്ച് ടെൻഷൻ, കൂടുതലും ടെൻഷൻ ആയിരുന്നു. കറക്റ്റാണ് സന പറഞ്ഞത്, കറക്റ്റാണ്. കൂടുതലും നമുക്ക് ടെൻഷൻ ആയിരുന്നു. എങ്ങനെ ചുറ്റുമുള്ളവരെല്ലാവരും അങ്ങനെയൊക്കെ നോക്കുന്നത് മീൻസ് ആ ഒരു ചെറിയൊരു സമയം കഴിഞ്ഞപ്പോഴത്തേനും നമുക്കതുമായിട്ട് സെറ്റായി. പിന്നെ സെറ്റിലുള്ളവരെല്ലാവരും, കാരണം പുതിയ ഒരാൾ വരുമ്പം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് മീൻസ് കൂടുതലൊന്നും ഇല്ലാതെ വളരെ നന്നായി അവർ ട്രീറ്റ് ചെയ്തു, നന്നായി പറഞ്ഞു തന്നു. അപ്പൊ അതുകൊണ്ട് നന്നായ രീതിയിൽ എനിക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ ഹേമന്തൊക്കെ എന്ന് പറയുമ്പോ നമ്മള് മലയാളം ഇൻഡസ്ട്രിയിലും ഒരു അപ്കമിങ് ആയിട്ട് നല്ല നിൽക്കുന്ന ഒരു ആക്ടറാണ്. അപ്പൊ ആളായിട്ട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ആളായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ആളായിട്ടൊരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. പക്ഷെ നൈസാണ്. പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങള് 1 or 2 days ഒരുമിച്ചായിരുന്നു സ്റ്റേ മീൻസ് അവിടെ. അപ്പം നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ അതിന് തന്നെ ഒരു സീൻ ഇങ്ങനെ പുള്ളിക്കാരനായിട്ട് ആക്ട് ചെയ്യുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പുള്ളിക്കാരനൊരു ടച്ച് ചെയ്യുന്നൊരു സീനുണ്ട്, പിടിക്കുന്നൊരു സീനുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി പുള്ളിക്കാരൻ ഇത്തരം സീനുകളാണ് നമുക്ക് ഒരു ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, നമ്മള് സീനിൽ നമുക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്യണം, അപ്പൊ ഇങ്ങനെ പുഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കോൺഫിഡൻസ് നമുക്ക് ഒരു റാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താണ് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാല്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ കുടുംബചിത്രമാണ്. കുടുംബസമേതം നിങ്ങൾക്ക് പോയി കാണാവുന്ന പേരൻസിന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും വിവരമാകത്തില്ല. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മൂവി കാണുക. അപ്പൊ പറഞ്ഞ പോലെ തന്നെ മൂവി വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. പ്രിൻസിനും ഇനി വരുന്ന ഒരുപാട് സിനിമകളിലേക്ക് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.